അല്ല, തിന്മ ചെയ്യുന്ന ആളുകളുടെ മനസ്സ് പിടക്കുകയാണ്. ഒരു വൈവറിങ് വരും, മനസ്സിൽ പെടയിൽ വരുമെന്നാണ്. മനസ്സിൽ ടെൻഷൻ വരും, മനസ്സിൽ അസ്വസ്ഥത വരും തിന്മ ചെയ്യുമ്പോൾ. നന്മ ചെയ്യുന്നവർക്ക് എന്തിനെ പേടിക്കണം? കൂളായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലാത്തവർ എപ്പോഴും പേടിച്ചിട്ടാണ്. പെട്ടെന്ന് അതെങ്ങാനും പുറത്തറിഞ്ഞോ, അതിനെപ്പറ്റി ആയിരിക്കോ ഇവർ വിളിക്കണത്, ചോദിക്കുന്നത്, പേടിയിലാണ്. മോഷണം നടത്തിയ ആളുകൾ എപ്പോഴും പേടിച്ചു, മരണം വരെ പേടിച്ചുകൊണ്ടിരിക്കണം. ആ കേസ് ഒരു കോടതിയിൽ വന്ന് വിധി പറഞ്ഞാകുന്നവരെ പേടി തന്നെയായിരിക്കും. എപ്പോഴാണിത് പൊളിയുക, എപ്പോഴാണ് ഇതിൻ്റെ ലിങ്ക് കിട്ടുക, എപ്പോഴാണ് ഇതിൻ്റെ അടിവേരുകൾ ചികഞ്ഞ് അന്വേഷിച്ച് പിടിക്കുക, പേടിച്ചുകൊണ്ടാണ് ജീവിക്കുക. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തൊക്കെ നടക്കുമ്പോൾ ആൾക്കാരുടെ മുഖം നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇവരെന്തേ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. ഒറ്റ കൊടുക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ വേറെ, അതല്ല നമ്മൾ പറയുന്നത്. ഒരു ക്രൈം ചെയ്യുന്നു, തെറ്റായതുകൊണ്ടാണ്. തെറ്റെന്തിനാ ചെയ്യുന്നത്? എന്തിനാ അതിൻ്റെ ആവശ്യം? ഒരു രാജ്യത്തിൻ്റെ നിയമത്തെ മാനിക്കണം, നമ്മുടെ നാടിൻ്റെ നിയമത്തെ മാനിക്കണം, ഇവിടുത്തെ UAE നിയമങ്ങളെ മാനിക്കണം. എന്തിന് നമ്മളതിന് ആ നിയമങ്ങളെ മറികടന്ന് ചെയ്യുന്നത് തെറ്റാണ്. ശറയിൽ തന്നെ തെറ്റാണ്. അള്ളാഹുവിൻ്റെ കുറ്റം കിട്ടും, ചെയ്യാൻ പാടില്ല. അതോടൊപ്പം എന്തെങ്കിലും ഒരടയാളം തിന്മ ചെയ്യുന്ന ആളുകളുടെ, റോങ് ചെയ്യുന്ന ആളുടെ മുഖത്തുനിന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. എങ്ങനെയൊക്കെ ചിരിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഭീതി അതറിയുന്ന ഓഫീസർമാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇയാൾ പ്രശ്നമുണ്ട്. എന്തേ? തിന്മ അങ്ങനെയാണ്. ഇജ്തറഹു സയ്യിആത്ത് അന്നജഅലഹും കല്ലദീന ആമനു. സത്യവിശ്വാസികളെ പോലെയാണോ അള്ളാഹു അവരോട് പെരുമാറുന്നത്? ഒരിക്കലുമല്ല. സത്യവിശ്വാസികളുടെ ഹൃദയം ശാന്തമാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ഭയങ്കര സമാധാനമായിരിക്കും. നേരെമറിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ഇബാദത്ത് മുടങ്ങിപ്പോയാൽ ഭയങ്കര വിഷമായിരിക്കും, എന്തോ ഒരു സങ്കടമായിരിക്കും. അന്നത്തെ ദിവസം തന്നെ ശരിയില്ല എന്ന് തോന്നിപ്പോകും. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹു നൽകുന്നൊരു മനസ്സമാധാനമുണ്ട്. കള്ളുകുടിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്കും അത് അള്ളാഹു നൽകുന്നില്ല. സവാഅം മഹ്യാഹും വമമാതുഹും. അവരുടെ മരണവും ഒരുപോലെയല്ല. മുഅ്മിനീങ്ങൾ ശാന്തമായ മരണമാണ്, റാഹത്തുള്ള മരണം. പറയില്ലേ, വല്യമ്മ മരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായില്ല, വല്യമ്മ അങ്ങ് ശ്വാസം നിന്നു, ഒരു വലി വലിക്കുന്നത് കേട്ടു, അതിലപ്പുറമൊന്നും ഉണ്ടായില്ല, പിന്നെ അങ്ങ് മരണപ്പെട്ടതാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, റാഹത്തായിരുന്നു. സവാഅം മഹ്യാഹും വമമാതുഹും. മുഅ്മിനീങ്ങളുടെയും മുഅ്മിനീങ്ങളല്ലാത്തവരുടെയും മരണവും ഒരുപോലെയല്ല, അവരുടെ ജീവിതവും ഒരുപോലെയല്ല. സാഅ മാ യഹ്കുമൂൻ. അതൊരുപോലെയാണ് എന്ന് നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ ആ വിധി പറയുന്നത് ശരിയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു ഹക്കമാണ്. ഹക്കമെന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വിധി പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ദുനിയാവിലും ചെയ്യും, നാളെ പരലോകത്തും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ കൊമ്പുണ്ടായിരുന്ന ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ ആ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്ത് ഉണ്ടായിരുന്നതിൻ്റെ കൊമ്പ് എടുത്തു കളഞ്ഞ് പരസ്പരം പ്രതികാരമെടുക്കാൻ, ഖിസാസ് നടപ്പാക്കാൻ അള്ളാഹു ഉത്തരവ് കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൃഗങ്ങളുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ ലോകത്ത് ഒന്നും വിട്ടുപോകില്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ കാണാം. അങ്ങനെയല്ലേ പറയാം, ദുനിയാവിന്ന് കിട്ടിയില്ല, ഹക്കടപാടുകൾ സാധിച്ചില്ല, അല്ലെങ്കിൽ തരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് കാണാം. അത്രയേ മുഅ്മിനീങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ കോടതി വരുന്നുണ്ടല്ലോ, അവിടെ വെച്ച് ഞാൻ കാണും, അവിടെ വെച്ച് ഞാൻ പിടിക്കും, ഇങ്ങനെ പറയുന്ന അത് ഭയങ്കര വാക്കാണത്. മുഅ്മിനീങ്ങൾ പേടിക്കേണ്ട വാക്കാണത്. അം ഹസിബല്ലദീന ഇജ്തറഹുസ്സയ്യിആത്ത് أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. سورة السجدة الكلام. أفمن كان مؤمنا كمن كان فاسقا لا يستوون. മുഅ്മിനായ ഒരു മനുഷ്യനും ഫാസിഖായ ഒരാളും ഒരുപോലെയാണോ? ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? തെറ്റ് ചെയ്യുമ്പോഴേ ഒരു ജാള്യതയും ഇല്ലാതെ തെറ്റ് ചെയ്യുക. ഇവർക്ക് തെറ്റാൻ തന്നെ തോന്നുന്നില്ല, ചെയ്തങ്ങ് ശീലിച്ചുപോയി. തൗബ ചെയ്യാനും തോന്നാറില്ല, അതിൽ സങ്കടവും തോന്നൂല, അതിൽ വിഷമവും തോന്നൂല, ഇസ്തിഗ്ഫാർ ചെയ്യാനും തോന്നില്ല. അങ്ങനെ തെറ്റിൽ മുഴുകിക്കഴിഞ്ഞ മനുഷ്യന്മാർക്കാണ് ഫാസിഖീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
അഫമൻ കാന മുഅ്മിനൻ, മുഅ്മിനായ മനുഷ്യൻ ഒരുപോലെയാണോ കമൻ കാന ഫാസിഖ, ഫാസിഖായ മനുഷ്യനെ പോലെയാണോ മുഅ്മിനായ ആള്? ഒരിക്കലുമല്ല. ലാ യസ്തവൂൻ, അവർ രണ്ടുപേരും ഒരുപോലെയല്ലല്ലോ. പിന്നെ പറഞ്ഞു അല്ലാഹു സൂറത്തുൽ ഖലമിൽ, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ. അല്ലാഹു ഹക്കമാൻ. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിമീങ്ങൾ അസ്ലമ, എന്താ അസ്ലമ യുസ്ലിമു മുസ്ലിം എന്ന് പറഞ്ഞാൽ? അസ്ലമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിച്ചു. ആർക്ക് സമർപ്പിച്ചു? നിങ്ങളുടെ ബുദ്ധിയും ശരീരവും സമയവും അല്ലാഹു ജല്ല ജലാലുവിന് സമർപ്പിച്ചു. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് കുറേ തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കന്നെ. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും നേടാനൊക്കെ ഉണ്ട്, അല്ലാഹ് പറഞ്ഞു സക്കാത്ത് കൊടുക്കണം, കൊടുക്കന്നെ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്, ഒക്കെ ശരിയാണ്, അല്ലാഹ് പറഞ്ഞു റമദാനിൽ പകൽ നോമ്പെടുക്കണം, അപ്പോൾ നോമ്പെടുക്കന്നെ. എന്തേ? നിങ്ങൾ അല്ലാഹുവിന് സമർപ്പിക്കുക. പഠിച്ചോൻ പറഞ്ഞു ചെയ്യാൻ. അല്ലാഹ് പറഞ്ഞു എൻ്റെ മക്കത്തേക്ക് വരണം, എൻ്റെ കഅബയുടെ അടുത്ത് വരണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, മിനയിലും മുസ്ദലിഫയിലും നിൽക്കണം, ജംറയിൽ കല്ലെറിയണം, മുടി മുറിക്കണം, അല്ലെങ്കിൽ മുണ്ഡനം ചെയ്യണം പുരുഷന്മാർ. അല്ലാഹ് പറഞ്ഞു അല്ലാഹുവിനെ സമർപ്പിക്കാൻ. ഞാൻ സമ്മതിച്ചു റബ്ബേ. അത് എന്തിന്? അതൊന്നും എനിക്കറിയേണ്ട കാര്യം. എൻ്റെ റബ്ബിനോട് ചെയ്യാൻ പറഞ്ഞു, എൻ്റെ റസൂൽ ഇത് പഠിപ്പിച്ചു, ഖലാസ്. പിന്നെ വേറെ ചോദ്യം അവിടെ ഇല്ല. അതിനാണ് അസ്ലമ എന്ന് പറയാം. ഈ മുസ്ലിമീങ്ങളും കൽ മുജ്രിമീൻ, തിന്മ ചെയ്യുന്ന ആളുകളെ പോലെയാണോ? വഞ്ചിക്കുകയും കളവ് പറയുകയും പിന്നെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും കുത്തുവാക്ക് പറയുകയും ഗീബത്തും നമീമത്തും പറയുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്യുക, ഇതൊക്കെ മുജ്രിമീങ്ങളാണ്. അവരും അള്ളാഹുവിനെ വഴിപ്പെടുന്നവരും ഒരുപോലെയാണോ? മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാ വിധി പറയുന്നത്? ഇവരും എങ്ങനെയാ ഒരുപോലെയാവുക? രണ്ടും രണ്ട് തട്ടിലാണ് കിടക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഈ ലോകത്ത് അല്ലാഹു സഹായം നൽകുന്നതും നാളെ പരലോകത്ത് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതും മുഅ്മിനീങ്ങളെ മാത്രമാണ്. ഹക്ക് വിജയിക്കും, സത്യം വിജയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു ഹക്കമാണ്, വിധി പറയുന്നവനാണ്. ഹുവൽ ഹാക്കിമുൽ മുഹക്കിം അൽ ഖാദി അൽ മുസല്ലം ലാ റാദ്ദ ലിഖളാഇഹി വലാ മുഅഖ്ഖിബ ലിഹുക്മിഹി. അല്ലാഹുവിൻ്റെ ഒരു വിധി അത് തടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതുകൊണ്ടാണ് എത്ര തന്നെ ഭരണകൂടങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുക, എന്തൊക്കെ ദുഷ്പ്രചരണങ്ങളോ എന്തൊക്കെ തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കിയാലും സ്നേഹം, സത്യം, നന്മ ഇത് വിജയിക്കും. കുറച്ചു കാലം പുകമറണ്ട, കുറച്ച് വർഷങ്ങൾ എടുത്തു വരും. ആ പുകമറിടുന്നതിൽ ഹിക്മത്തുണ്ട്. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ ഒരു ഖദ്ഫിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു സംഭവമാണത്. മഹദി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അന്നത്തെ മുനാഫിഖീങ്ങൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു വരത്തിയപ്പോൾ തൊട്ട് പിറ്റേന്ന് അള്ളാഹുവിന് എന്ത് ചെയ്യാം? അവിടെ വിധി പറയാം. ആയിഷ ബീവി നിരപരാധിയാണ്. 11 ആയത്തുകൾ അള്ളാഹു തആല ഇറക്കി. ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹ് തെരഞ്ഞെടുത്ത ഭാര്യയാണ്. അങ്ങനത്തെ ഒരു ഭാര്യയിൽ നിന്ന് അത് സംഭവിക്കുമെന്ന് എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു? അള്ളാഹു ചോദിച്ച ചോദ്യമാണത്. പക്ഷെ ആ ചോദ്യം വന്നത് എപ്പോഴാ? 30 ദിവസം കഴിഞ്ഞതിന് ശേഷം. ആ 30 ദിവസം വരെ എന്തിനല്ലാഹു നീട്ടിക്കൊണ്ടുപോയി? എന്തിനു നീട്ടിക്കൊണ്ടുപോയെന്നറിയോ? ഇതിനിടയ്ക്ക് ആരൊക്കെ അത് പറയും, ഇത് പരീക്ഷണമായിരുന്നു. ആരൊക്കെ ഇത് ഏറ്റുപിടിക്കും? മുനാഫിക്കീങ്ങൾ പറയുന്ന ഈ ദുഷ്പ്രചരണങ്ങൾ എത്ര ആളുകൾ ഏറ്റുപിടിക്കും? എത്ര വരെ പോകും? അതിൻ്റെ ടു വാട്ട് എക്സ്റ്റെൻറ്റ് അത് കൊണ്ടു നടക്കും? അങ്ങനെ മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളല്ലാത്തവരെയും അള്ളാഹു വേർതിരിക്കാൻ ചെയ്ത പണിയാണത്. സ്വഹാബത്തിന് അള്ളാഹു വിവരം കൊടുക്കുക, റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം കൊടുക്കുന്ന എപ്പോഴാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 30 ദിവസം കഴിഞ്ഞ്, ഒരു മാസക്കാലത്തോളം, ചില റിവായത്തിൽ 40 ദിവസം എന്നാണ്. അതുവരേക്കും അതിൻ്റെ വിധി വന്നില്ല. ഹബീബായ നബി തങ്ങൾ എന്ത് ചെയ്യും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ. കാരണം തങ്ങൾക്കതിൽ വിധി പറയാനുള്ള സന്ദർഭമായിട്ടില്ല, തങ്ങൾക്കതിൻ്റെ പ്രൂഫ് കിട്ടുന്നില്ല. അള്ളാഹു നൽകുന്ന വിവരം കൊണ്ടേ തങ്ങൾക്ക് വിധി പറയാൻ കഴിയും അവിടെ. കാരണം ആയിഷ ബീവി റളിയല്ലാഹുവിനെ വിഷയം നിഷേധിച്ചു. ഇല്ല നബിയെ, ഞാൻ അങ്ങനെ ഒരു തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചേക്കും, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അവിശ്വസിക്കും, പക്ഷെ അതാണ് ശരി. അള്ളാഹു നമുക്കിടയിൽ വിധി പറയട്ടെ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹുവിനെ കരഞ്ഞു. നബി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഭാര്യയല്ലേ, അവൾ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കാൻ നബി തങ്ങൾ ചെയ്യാൻ പറ്റുമോ? കാരണം നബി തങ്ങൾ ശരിയായിട്ട് പഠിപ്പിക്കാൻ വന്ന നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല?
ആർക്കും ലോയലായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഹക്കം എന്ന് പറഞ്ഞാൽ തന്നെ വിധി കൽപ്പിക്കുന്ന ആളെന്നാണ്. ജഡ്ജിമാരുടെ ജോലി അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ. നാട്ടിലൊക്കെ ഉണ്ടാവില്ല ചില നാട്ടിലൊക്കെ ജനങ്ങൾക്ക് മതിപ്പുള്ള ചില ആളുകളുണ്ടാവും. ഇപ്പോൾ പാണക്കാട് കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നൊരു വീടാണത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം, പൂക്കോയ തങ്ങളുടെ കാലം മുതൽ ഇപ്പോഴും ഓരോ സയ്യിദിൻ്റെ വീട്ടിലുണ്ട് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ. ഹക്കമുകളാണ്. അപ്പം അവർ വിധി പറയുമ്പോൾ ആ വിധിന്യായം സത്യവും അസത്യവും വേർതിരിക്കുന്നതായിരിക്കണം. അതിന് നല്ല അറിവ് വേണം, നല്ല ക്ഷമ വേണം, അള്ളാഹുവിന് വലിയ തൗഫീഖും വേണം. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല. സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് രണ്ടാളുകൾ മതിൽ ചാടി, തസവ്വറുൽ മെഹ്റാബ്, മതിൽ ചാടിക്കടന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന് കയറാണ്. രണ്ട് മനുഷ്യന്മാർ. രണ്ടാളും ചോദിച്ചു, ദാവൂദ് നബിയെ, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഇതെൻ്റെ സഹോദരനാണ്. എനിക്ക് 99 ആടുകളുണ്ട്. കൂട്ടുകാരൻ പറയാണ്, എൻ്റെ സഹോദരനാണ്, ഇയാൾക്ക് 99 ആടുണ്ട്, എനിക്ക് ഒരാടാ ഉള്ളത്. എൻ്റെ ആ ഒരാട് എനിക്ക് തന്ന് എൻ്റെത് 100 കൂടെ എനിക്ക്, നീ എന്തിനെ ഒന്നിനെ പിടിച്ചിട്ട് ആ ഒന്നെനിക്ക് തന്നൂടെ എന്ന് എന്നോട് ചോദിക്കുന്നു ദാവൂദ് നബിയെ. ഇതിലെന്താ വിധി പറയേണ്ടത്? 99 ഉള്ള ആള് ആ 99-ൽ നിന്നൊരു 50 ഇയാൾക്ക് കൊടുത്തിട്ട് 49 കൊടുത്ത് 50 ആക്കാൻ നോക്കേണ്ട ആള് എന്ത് പറഞ്ഞു? എനിക്ക് 99, നിനക്ക് ഒന്നല്ലേ ഉള്ളൂ, ആ ഒന്ന് തന്നെ എൻ്റെ 100 കൊണ്ടുനടന്നൂടെ, നീ എന്തിനായി ഒന്നും വെച്ചിരിക്കണത്? അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പെട്ടെന്ന് മറുപടി കൊടുത്ത് എന്ത്? ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജിഹി. ഈ മനുഷ്യൻ്റെ ഒരാടിനെ എനിക്ക് വേണമെന്ന് ചോദിക്കുന്നതോടുകൂടെ തന്നെ നിങ്ങൾ അതിക്രമമാണ് ചെയ്തത്, നിങ്ങൾ ചെയ്തത് ഉൽമാണ്, ചെയ്യാൻ പാടില്ല. കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ചോദിച്ച രണ്ടാളുകളും ഡിസപ്പിയറായി. അപ്പോഴാണ് മനസ്സിലായത് ഇത് മലക്കുകളായിരുന്നു, അള്ളാഹുവിൻ്റെ മലക്കുകൾ. ദാവൂദ് നബി അലൈഹിസ്സലാം സുജൂദിൽ വീണ് കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്നറിയോ? അങ്ങനെ പെട്ടെന്ന് വിധി പറയാൻ പാടില്ലായിരുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ദാവൂദ് നബി രാജാവാണ്. അപ്പോൾ ഒരാൾ കംപ്ലൈൻറ്റ് വന്ന് പറയുമ്പോഴേ ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്താണെന്ന് കേട്ടില്ല, പരാതി പറഞ്ഞത്. നേരെ മറിച്ച് ആ 99 ആളിനോട് ചോദിച്ചില്ല, നിങ്ങൾ ഇയാളോട് ചോദിച്ചോ എന്ന് ദാവൂദ് അലൈഹിസ്സലാം ചോദിക്കാൻ മറന്നുപോയി. ചോദിച്ചില്ല. ആ ചോദിക്കാതിരുന്നത് ഒരു തെറ്റാണ്. ആരുടെ പക്ഷത്ത് നിന്ന്? ഒരു ജഡ്ജ് എന്ന നിലയ്ക്ക്, രാജാവ് എന്ന നിലയ്ക്ക് ദാവൂദ് അലൈഹി സ്വലാമിന് പറ്റിയ തെറ്റാണത്. ആ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മഖാമിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരാൾ ഇപ്പുറത്തിൻ്റെ ആളെ നിഷേധിക്കുകയോ വാദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ വിധി പറഞ്ഞു. നേരെ മറിച്ച് അംബിയാഇൻ്റെ മഖാമിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്കായിട്ട് നമുക്കതിനെ കാണാം, അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് ഖുർആൻ അവതരിപ്പിച്ചു. അങ്ങനെ ദാവൂദ് അലൈഹി സ്വലാം അതിനു വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, പടച്ചവനെ എനിക്ക് പുറത്തു തരണമേ. അപ്പോഴാണ് മനസ്സിലായത് ഇവർ മലക്കുകളായിരുന്നു. അപ്പോൾ വിധി പറയാൻ വേണ്ടി, വിധി പറയുന്ന വിഷയത്തിൽ എത്ര കാർക്കശ്യം പുലർത്തണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. വിധി പറയൽ എളുപ്പമല്ല. ചിലർ പറയുതാ എന്നെ ആക്രമിക്കുന്നേന്ന് പറയും. അപ്പോൾ അക്രമമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, വെറുതെ പറയാണ്. എത്രയോ സംഭവങ്ങളുണ്ട് അങ്ങനെ. എന്നോട് ദുൽമ ചെയ്തു എന്ന് വന്ന് പറഞ്ഞ് വാദിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയും എൻ്റെ ഭർത്താവ് എന്നോട് അതിക്രമം ചെയ്തു, ഭർത്താവ് പറയും എൻ്റെ ഭാര്യ എന്നോട് ദുൽമ ചെയ്തു. അത് കേട്ടുകൊണ്ട് വിധി പറയാൻ പറ്റില്ല നമുക്ക്. രണ്ടുപേരെയും വിസ്തരിക്കേണ്ടി വരും, രണ്ടുപേരുടെയും ഭാഗം കേൾക്കണം. അന്ന് നമ്മുടെ ഒരു ഇമാമിൻ്റെ അന്നത്തെ ഇമാമിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ ഒരാളുടെ കണ്ണ് പൊട്ടിയിട്ട് ചോരയൊലിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ആലിമായ സയ്യിദ് അവറുകളെ, എൻ്റെ കണ്ണ് എൻ്റെ കൂട്ടുകാരടിച്ചു പൊട്ടിച്ചു, അതുകൊണ്ട് അവന് പ്രതികാരമെടുക്കണ്ടയോ, അവന് ഇതിന് തിരിച്ച് നിങ്ങൾ ശിക്ഷ കൊടുക്കണം, എൻ്റെ കണ്ണാണ് ഈ പൊട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കണ്ണ് പൊട്ടി എന്നത് ശരി തന്നെയാണ്, പക്ഷേ എനിക്ക് മറ്റേ ആളെ കാണണം. ഒരുപക്ഷെ നീ അയാളെ 2 കണ്ണും പൊട്ടിച്ചിട്ടുണ്ടാവും, അങ്ങനെ അതിനയാൾ പകരം 1 ചെയ്തതായിരിക്കും, അത് കാണാതെ എനിക്ക് വിധി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറയുമ്പോൾ ആലിമീങ്ങൾ ഈ സംഭവം ഉദ്ധരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ.
ഹക്കം അല്ലാഹു ജല്ല ജലാലുവാണ്. മനുഷ്യന് അല്ലാഹു തആല ചില ഹിക്മത്തുകൾ നൽകിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷമേ നിന്ന് വിധി പറയാൻ പാടുള്ളൂ. അസത്യം പുകമറ സൃഷ്ടിച്ചേക്കാം കുറച്ചു കാലത്തേക്ക്. ഇപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ വിഷയത്തിൽ തന്നെ സംഭവിച്ചത് അതാണ്. അങ്ങനെ അല്ലാഹു തആല നീട്ടിക്കൊണ്ടുപോകാൻ കാരണം മുഅ്മിനീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കുമിടയിൽ ആരാണ് യഥാർത്ഥ വിശ്വാസികൾ, ആരാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, നമുക്കിത് പറയാൻ പാടില്ല, മിണ്ടാണ്ടിരിക്കുക നല്ലത്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മിണ്ടാണ്ടിരുന്നാൽ മതി. കുറേ ആളുകൾ മിണ്ടാണ്ടിരുന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ടും പറഞ്ഞിട്ടും വിശദീകരിച്ചിട്ടും വിഷമങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താ പറയുന്നത് അള്ളാഹു പരീക്ഷിക്കുകയാണ്. നിങ്ങൾ എവിടം വരെ പറയും അതും അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇത് രണ്ട് കൂട്ടർ, ഒരു വിഷയത്തിൽ രണ്ട് വിഭാഗം ഉണ്ടാവും. രണ്ട് വിഭാഗങ്ങൾക്കുമുള്ള പരീക്ഷണമാണ്. എത്ര കാലം വരെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നടക്കും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇങ്ങനെ വിധി നീണ്ടുപോകാനുള്ള ഹിക്മത്ത് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ അതാണ്. എത്ര കാലത്തേക്ക് എത്ര ആളുകൾ ഇതിൽ ഇടപെടും, എത്ര ആളുകൾ ഇതിനെ ഏറ്റുപിടിക്കും, എത്ര ആളുകൾ ഇതിൽ പരസ്പരം പഴിചാരി സംസാരിക്കും, അതിനെ വേർതിരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു തആല നീട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് വിധി പറഞ്ഞു. അപ്പോഴേക്കും ഒരുപാട് ആളുകൾ തിന്മയുടെ ഭാഗത്ത് ഒരുപാട് ദൂരം നടന്നു പോയിട്ടുണ്ടായിരുന്നു. അവർ മുനാഫിക്കുകളാണെന്നും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അസ്ഹാബുകളിൽപ്പെട്ട ആളുകൾ പെട്ടുപോയവരുണ്ട്. സംസാരിച്ചു പോയി, പക്ഷേ അവർ പിന്നെ നിർത്തി. പക്ഷെ ആ പറഞ്ഞവർ കടക്കം പിന്നെ ശിക്ഷ കൊടുത്തു എന്നത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിഷയത്തിൽ വിധിയെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിലും ഹിക്മത്തുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, അവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധിന്യായങ്ങളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, ഹദീസിലുണ്ട്. രണ്ടുപേരും നബിമാരാണ്, രണ്ടുപേരും രാജാക്കന്മാരാണ് അലൈഹിമുസ്സലാം. അതിൽ രസകരമായൊരു ചരിത്രം നമ്മൾ കേട്ടതാണ്. രണ്ട് പെണ്ണുങ്ങൾ വന്ന് അവർ യാത്ര പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ ഒരു മൃഗം, ഒരു ചെന്നായ മറ്റോ കടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. കണ്ടവരോ പണ്ട് പാർക്കിലൊക്കെ പോകുമ്പം പാർക്കിൽ നിന്നൊക്കെ പണ്ട് കാണാൻ വേണ്ടി സൈറ്റ് സീയിങ്ങിന് ഓപ്പൺ വണ്ടിയിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്തൊരു കുഞ്ഞിനെ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട കുഞ്ഞിനെ കടുവ കടിച്ചു കൊണ്ടുപോയ. അതിനുശേഷം പിന്നെ ഈ പ്രൊട്ടക്റ്റഡ് ആയി കൊണ്ടുകൊടുക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചൊരു നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്തോ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു. ജ്യേഷ്ഠത്തെയും അനിയത്തിയും എന്ന് പറഞ്ഞിട്ട് മുതിർന്നൊരു പെണ്ണും ഒരു പ്രായം കുറഞ്ഞ പെണ്ണും രണ്ടുപേരും വന്ന്, ഒരു കുട്ടിയുള്ളത്. രണ്ടാളും പറഞ്ഞത് എൻ്റെ കുട്ടിയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് വിധി പറയാൻ വേണ്ടി വന്നു. രണ്ടാളും കരയുന്നുണ്ട്, എൻ്റെ കുട്ടി പോയി, എനിക്ക് എൻ്റെ കുട്ടിനെ കിട്ടണം, അങ്ങനെ. ദാവൂദ് നബി അലൈഹിസ്സലാം മുതിർന്നവൾക്ക്, അവളും ഭയങ്കര കരച്ചിലാണ്, മുതിർന്നവൾക്ക് കുട്ടിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ വിഷയം അറിയണം. മകനാണല്ലോ. പാപ്പ, എനിക്ക് ഈ വിഷയത്തിലൊന്ന് ഇടപെടാൻ അങ്ങ് സമ്മതിക്കുമോ ചോദിച്ചു. ആയിക്കോട്ടെ മോനെ അഭിപ്രായം എന്താണ്? മോൻ പറഞ്ഞു, രണ്ടുപേരും നിർത്തി. പാപ്പ, രണ്ടുപേരും എൻ്റെ കുട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു കത്തി കൊണ്ടുവന്നിട്ട് രണ്ട് ഹാഫാക്കിയിട്ട് ഒരാൾക്ക് പകുതിയും കൊടുക്കാം. അപ്പോൾ ഇളയവളായ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് ചെയ്യണ്ട, അവൾക്ക് കൊടുത്താൽ മതി കുട്ടിയെ. അപ്പോൾ പറഞ്ഞു, ഇവളാണ് യഥാർത്ഥ ഉമ്മ എന്ന് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയെ പിന്നെ ഇളയവൾക്കാണ് കൊടുത്തത്. കാരണം ഉമ്മയുടെ സ്നേഹമാണ് അവിടെ പുറത്തു വന്നിൻ്റെ കുട്ടീനെ കൊല്ലരുതേ. സുബ്ഹാനല്ലാഹ്. ഹിക്മത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ. ഖുർആൻ ഉദ്ധരിച്ച മറ്റൊരു സംഭവമാണ്, ഒരാളുടെ ആട്ടിൻപറ്റം വേറൊരാളുടെ കൃഷിയിലേക്ക് കടന്നു വന്നിട്ട് ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗം, അവിടെ കൃഷിയാകെ നശിപ്പിച്ചു. അപ്പോൾ കൃഷിയുടെ ആൾ ദാവൂദ് നബി അലൈഹി സ്വലാമിനോടൊന്ന് പരാതി പറയും, ദാവൂദ് നബിയെ, ഇന്ന ആളുടെ ആട്ടുംകൂട്ടം വന്നിട്ട് എൻ്റെ കൃഷി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം? സയ്യിദന ദാവൂദ് അലൈഹിസ്സലാം ആലോചനകൾക്ക് ശേഷം മഹാനവറുകൾ വിധി പറയാൻ, എന്നാൽ പിന്നെ ഈ ആടുകളെ
ഈ കൃഷിക്കാരന് കൊടുത്തേക്കണം. അയാളുടെ കൃഷി നശിച്ചു പോയില്ലേ? നശിപ്പിച്ചത് ഈ ആടുകളാണ്. അവർ ആ ടെറിട്ടറി ബ്രേക്ക് ചെയ്ത് കടന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ആടുകളെ മൊത്തം കൃഷിക്കാരന് കൊടുത്തേക്കണം. അപ്പോഴും സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാം ഖുർആൻ പറഞ്ഞു, ലഖദ് ആതൈന സുലൈമാനൽ ഹിക്മ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നാം തത്വജ്ഞാനം കൊടുത്തിട്ട് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. മഹാനവർ പറഞ്ഞു, ഉപ്പ ഞാനൊന്ന് വിധി പറഞ്ഞോട്ടെ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറയും മോനെ. പറഞ്ഞു, കൃഷിയുടെ ഉടമക്കാണ് നഷ്ടം സംഭവിച്ചത്. നശിപ്പിച്ചത് ആട്ടിൻപറ്റങ്ങളുടെ ഉടമയാണ്. അതുകൊണ്ട് ആ ആട്ടിൻപറ്റത്തെ കൃഷിയുടെ ഉടമക്ക് ഉപകാരത്തിനായി കൊടുക്കുക. അയാൾ അതിൻ്റെ പാലും അതിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കൃഷിയുടെ ഉടമസ്ഥൻ. ഈ നശിപ്പിച്ച ആടിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം? ഈ കൃഷിയിടം നന്നാക്കിയെടുക്കണം. പഴയ പോലെ കൃഷിയോഗ്യമായി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുവരേക്കും എത്ര കാലമാണോ സമയം എടുക്കുന്നത് ആ സമയം വരെ അയാൾ ഈ കൃഷിഭൂമിയിൽ വർക്ക് ചെയ്യുക. അത് റെഡിയായി കഴിഞ്ഞാൽ തൻ്റെ ആടുകളെ അയാൾക്ക് തിരിച്ചു വാങ്ങിക്കാം, തോട്ടത്തിനുടമക്ക് അതുമാവാം. ഇങ്ങനൊരു അത്ഭുതകരമായ വിധി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വിധിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു, ഉപ്പയും മോനുമാണവർ. പക്ഷേ കൃത്യമായ ആഴത്തിൽ ചിന്തിച്ച് ചെയ്യേണ്ട രീതിയിലുള്ള ചില ഹിക്മത്തുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകി ആദരിച്ചു എന്ന് ഖുർആൻ തന്നെ പറയാണ്. ഹിക്മത്ത് വേണം, തത്വജ്ഞാനം വേണം, അറിവ് വേണം, അള്ളാഹുവിനെ പറ്റി ഭയം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. ഒരു ഖലീഫയുടെ വീട്ടിലേക്ക് ഒരു ജഡ്ജ് വന്നിട്ട് പറയാണ്, ഖലീഫ ഞാൻ എൻ്റെ ജഡ്ജ് സ്ഥാനം രാജിവെക്കുകയാണ്. ഇത് പറയും, നിങ്ങളെപ്പോലെ അറിവുള്ള ആലിമീങ്ങളായ ആളുകൾ ഈ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ നമ്മൾ എംപ്ലോയ് ചെയ്യുക? ആരെ നമ്മൾ ഇവിടെ ജഡ്ജിയായി നിയമിക്കും? എന്തേതിന് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ സംഭവിച്ചത്, ഈ ജഡ്ജിക്ക് ഈത്തപ്പഴം ഇങ്ങനെ പഴുത്തു വരുന്നതിന് മുമ്പ് ചെറിയ ഒരു ബുസ്ർ എന്ന് പറയും, ചനച്ചതെന്നാ പറയില്ല, ഇതിന് മുഴുവൻ പഴുത്തിട്ടില്ല. ആ ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്രഷ് പഴുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ചനച്ചതെന്ന് പറയുമ്പോൾ മലപ്പുറത്ത് അല്ലേ, അതിന് വേറെ വല്ല അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയല്ലേ, ബുസ്ർ എന്നാ പറയുന്നത്, ഇളയ ഈത്തപ്പഴം പച്ചയിൽ തിന്നുന്നത്. അപ്പോൾ അത് ഈ ജഡ്ജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരിക്കലും വാതിലിക്കൽ ഒരാൾ വന്നിട്ട് പിന്നെ വാതിലിക്ക് മുട്ടുന്ന നല്ലൊരു കൊട്ട നിറയെ ഈ സാധനയുടെ വന്നത്. അപ്പോൾ ഖാദിമ് വന്ന് പറഞ്ഞു പിന്നെ ജഡ്ജിയോട്, ഇതാ വീട്ടുവാതിലിക്ക് ഒരാൾ. അപ്പോൾ ആരാ വന്നത്? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അയാളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞു. അയാൾ എങ്ങനെ ചേലും കോലൊക്കെ. അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻ്റാണ്. കാരണം വിധി പറയാൻ വേണ്ടി വന്ന രണ്ട് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാണ് ഇയാൾ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നത്. തിരിച്ചയച്ചു. എന്നിട്ടാണ് ഖലീഫയോട് വന്ന് പറഞ്ഞത്, ഖലീഫ ഞാനൊരു മനുഷ്യനല്ലേ, ഇതൊരു ബ്രൈബ് ചെയ്യുന്ന കാലഘട്ടമാണ് ഇന്നൊക്കെ, ജഡ്ജിമാരെ സ്വാധീനിക്കുക എന്നൊക്കെ പറയില്ലേ, വല്ലാത്ത കാലം. ഒക്കെ എല്ലാവരും മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർ സ്വാഭാവികമായ തെറ്റുകൾ സംഭവിച്ചേക്കാം, മനുഷ്യൻ ടെംപ്റ്റഡ് ആയി പോവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രാജാവിനോട്, ഭരണാധികാരിയോട് പറയാണ്, ഈ മനുഷ്യൻ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത് സ്വീകരിക്കാതെ ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളും അയാളുടെ പ്രതിയും എൻ്റെ മുമ്പിൽ വിധി പറയാൻ വേണ്ടി വരുമ്പോൾ, വിധി ചോദിച്ച് വരുമ്പോൾ, എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന ആളിന് അനുകൂലമായി വിധി പറയാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ടെംപ്റ്റേഷൻ എൻ്റെ അകത്തുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പേടിക്കുകയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സെന്തായിരിക്കും? വാങ്ങിക്കാതെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, എനിക്ക് ഇഷ്ടമുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ കൊണ്ടുവന്നത്. എൻ്റെ മനസ്സിനുള്ളിൽ മനുഷ്യൻ എന്ന നിലയിൽ ആ മനുഷ്യനോടൊരു അല്പം ലോയൽറ്റി എൻ്റെ കൽബിൽ വരുന്നുണ്ട്. ഇത് ഞാൻ പേടിക്കുകയാണ്. ഞാനെങ്ങാനും അങ്ങനെ വിധി പറയുകയാണെങ്കിൽ സത്യം അയാളുടെ പക്ഷത്തല്ലെങ്കിലോ? അത്രയും വലിയ സൂക്ഷ്മതയാണത്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങളും ഇമാം അബൂ ഹനീഫ തങ്ങളും രണ്ട് മദ്ഹബിൻ്റെ ഇമാമുമാർ ജഡ്ജി ജോലി രാജിവെച്ച് പോയ ആൾക്കാരാണ്. ജഡ്ജിൻ്റെ ജോലി രാജിവെച്ചതിന് ജയിലിലടക്കപ്പെട്ട മഹാനാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾക്ക് ജോലി കിട്ടാനല്ലേ നോക്കുക? ജോലി കിട്ടാനാണ് നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇമാം ഷാഫിഈ തങ്ങൾ ഇറാഖിലേക്ക് വന്നപ്പോൾ അന്നത്തെ ഭരണാധികാരി ഇമാം ഷാഫിഈ തങ്ങളെ ഖാദിൽ ഖുളാ, ചീഫ് ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജി എന്നൊക്കെ പറയില്ല നമ്മൾ എന്ന പോലത്തെ പോസ്റ്റിലേക്കാണ് ഇമാം ഷാഫിഈ തങ്ങളെ നിയമിച്ചത്. ഇമാം ഷാഫിഈ തങ്ങൾ യമനിലാണ് വരുന്നത്. കുറേ കാലം ചെറുപ്പകാലം മുഴുവൻ മക്കയിലും മദീനത്തുമായിരുന്നു.
ജനിച്ചത് ഗസയിലാണ്, ഫലസ്തീനിലാണ്. 2 വയസ്സായപ്പോൾ പോകുന്നതാണ് മക്കയിലേക്ക് ഉമ്മാൻ്റെ കൂടെ. പിന്നെ മക്കയിൽ നിന്ന് നേരെ യമനിലേക്ക് പോയി. യമനിലാണ് ഇമാം ഷാഫി തങ്ങളുടെ കുടുംബക്കാരുള്ളത്. പിന്നെ മക്കത്തേക്ക് തിരിച്ചു വന്നു, ഖുർആൻ ഹിഫ്ളാക്കി. പിന്നെ മദീനത്തേക്ക് കൊണ്ടുപോയി ഉമ്മ. അതൊക്കെ ഉമ്മയെ ചെയ്യിച്ചത്. ഇമാം ഷാഫി തങ്ങളെ വളർത്തിയത് ഉമ്മയാണ്. യതീമാണ് ഇമാം ഷാഫി തങ്ങൾ. ഉമ്മയാണ് ഈ മോനെയും കൊണ്ടുവരുന്നത്. ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ ഇമാം ഷാഫി തങ്ങൾക്ക് 2 വയസ്സിൻ്റെ ഇടയിലാണ് പ്രായം. എന്തൊരു വലിയ ത്യാഗമാണത്. സ്വന്തം കുടുംബങ്ങൾ, വാപ്പ മരിച്ചു, ഉപ്പ മരിച്ചു. മുഹമ്മദ് ഇബിൻ ഇദ്രീസ് ഷാഫി, വാപ്പാൻ്റെ പേര് ഇദ്രീസ് എന്നായിരുന്നു. അപ്പോൾ മക്കയിൽ വന്നു, ഉടനെ തന്നെ കുട്ടിയെ കൊണ്ട് ഉംറ ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമ്മ നേരെ യമനിലേക്ക് കൊണ്ടുപോയി. യമനിലെ കുടുംബങ്ങളൊക്കെ പരിചയപ്പെടുത്തി കുറച്ച് കാലം അവിടെ നിന്നു. ഒരു 7-8 വയസ്സായപ്പോഴേക്കും മക്കത്ത് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇമാം ഷാഫി തങ്ങൾ ഖുർആൻ ഹിഫ്ള് ചെയ്തു. 9 വയസ്സായപ്പോഴേക്കും മദീനത്തുള്ള ഇമാം മാലിക് തങ്ങളുടെ മുവത്ത ഹിഫ്ള് ചെയ്തു, ഹദീസിൻ്റെ ഗ്രന്ഥം. അപ്പോൾ നേരെ ഇമാം മാലിക് തങ്ങളുടെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തി മദീനയിൽ. പിന്നെ കുറേ കാലം മദീനയിലാണ്. അവിടുന്ന് പിന്നെ യമനിലേക്ക് തിരിച്ചു വന്നു. യമനിൽ തിരിച്ചു വന്നു, അവിടെ ചീഫ് ജഡ്ജായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. 12 വയസ്സുള്ളപ്പോൾ ഫത്വ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇമാം ഷാഫി തങ്ങൾ. 15 വയസ്സിൽ നിർബന്ധമായും ഇമാം ഷാഫി തങ്ങൾ ജഡ്ജായി മാറിയിട്ടുണ്ട്. 15 വയസ്സിൽ ജഡ്ജാവാൻ, അത് ഏത് കാലം? ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലഘട്ടം. താബിഈങ്ങളും ജീവിക്കുന്ന കാലത്ത് 15 വയസ്സുള്ള ഒരാൾ ജഡ്ജാവണമെങ്കിൽ എത്ര വലിയ ബുദ്ധികൂർമ്മത ഉണ്ട് ഇമാം ഷാഫി തങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇറാഖിലേക്ക് വന്നു. ഇറാഖിലേക്ക് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഇറാഖിലേക്ക് പറഞ്ഞയച്ചത് യമനിൽ നിന്നും കയ്യും കാലും കെട്ടി ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയതെന്നാണ്. കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഇമാം ഷാഫി തങ്ങളെ നാട് കടത്തേണ്ട. എന്തിനെന്നറിയോ? യമനിൽ എന്നെ ഈ പരിപാടിക്ക് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഈ ജഡ്ജിൻ്റെ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ രാജാക്കന്മാർ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് വിധി പറയേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താൽ അത് ശരിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. എനിക്ക് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞു. എനിക്ക് കണ്ടതുപോലെ പറയേണ്ടി വരും. സത്യം സത്യമായും തെറ്റ് തെറ്റായിട്ടും എനിക്ക് പറയേണ്ടി വരും. അത് നിങ്ങൾ എന്നെ സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് നിൽക്കൂല. ഭയങ്കര സാലറി കൊടുത്ത് ആദരിച്ചതാണ്. നിൽക്കൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മഹാനവറുള്ള കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഇറാഖിലേക്ക് നാട് കടത്തി. ഇറാഖിലെത്തിയപ്പോൾ അവിടുത്തെ ഭരണാധികാരി അബൂ ജഅഫർ അൽ മൻസൂർ ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹമാണ് ചീഫ് ജഡ്ജായിട്ട് നിയമിച്ചത്. ഉടനെ അങ്ങനെ നിയമിക്കുകയാണ്. അന്ന് പിന്നെ PSC പാസ്സാവലൊന്നുമില്ലല്ലോ. അവർക്ക് നേരെ നിയമനമാണ്, ഡയറക്റ്റ് നിയമനമാണ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഈ പണി എനിക്ക് പറ്റൂല, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, ഞാൻ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇറാഖിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് നാട് കടത്തപ്പെടുകയാണ്. ഇമാം ഷാഫി തങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടുക ചെയ്തത്. അങ്ങനെയാണ് അവസാന കാലം ഈജിപ്തിൽ വെച്ച് വഫാത്താകുന്നത്. ഇമാം ഷാഫി തങ്ങളുടെ മഖാമുൽ ഈജിപ്തിലാണ്, കെയ്റോവിലാണ്. അവസാന കാലഘട്ടം അവിടെയാണ്. കുറേ കാലം ഇറാഖിലായി. ഇങ്ങനെ യാത്ര ചെയ്ത വലിയ നിപുണനായ മഹാനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഭയങ്കരമായ ഹിക്മത്താണ്. അവർ ഓടിയതാണ്. എന്തിന്? ഈ വിധി പറച്ചിൽ. കാരണം ഖാദിമാരിൽ 2 വിഭാഗവും നരകത്തിലാണ് എന്ന ഹദീഥാണ് ഇതിൻ്റെ പ്രശ്നം. ഖാദിമാരിൽ 2 വിഭാഗം ആളുകളും നരകത്തിലാണ്. ഒരു വിഭാഗം അള്ളാഹുവിനെ പേടിച്ച് വിധി പറഞ്ഞവരെ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഹഖമാണ്. അൻത തഹ്കുമു ബൈന ഇബാദിക്. അള്ളാഹുവേ, നീയാണ് മനുഷ്യർക്കിടയിൽ വിധി പറയുന്നത്. അതുകൊണ്ട് പല വിഷയങ്ങളിലും നമുക്ക് വിധി പറയാൻ പറ്റാത്തത്, അള്ളാഹുവേ നീ വിധി പറയണമേ റബ്ബേ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ദുനിയാവിൽ ഒരു പക്ഷേ തെറ്റുകാരനായി ജീവിക്കേണ്ടി വരും ജനങ്ങളുടെ ഇടയിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തവർ നാജികളാണ്, രക്ഷപ്പെടുന്നവരാണ്. പക്ഷെ അള്ളാഹു നാളത്തെ വിധിയിലാണെന്ന് പറയാം. ദുനിയാവിൽ ചില പുകമറകൾ ഒരൽപ്പനേരത്തേക്കുണ്ടായേക്കും. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീഥ മിനത് ത്വയ്യിബ്. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. മുഅ്മിനീങ്ങളായ ആളുകളെ അള്ളാഹു ആ വിധം ഒരു വിധി പറയാതെ, അല്ലെങ്കിൽ അതിൻ്റെ ശരി എന്താണെന്ന വിവരം അള്ളാഹു നൽകാതെ വഹി താമസിപ്പിച്ചുകൊണ്ട് ചെയ്തത് ലിഹത്താ യമീസൽ ഖബീഥ മിനത് ത്വയ്യിബ്, നല്ലതും ചീത്തയും വേർതിരിക്കാൻ വേണ്ടി മാത്രമാണ്. നല്ലതും ചീത്തയും വേർതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നം അനിശ്ചിതമായി തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആകണം. അതിൽ ചാടിക്കയറി എന്ന് പറയാൻ നിൽക്കണ്ട. എന്ത് ചെയ്യുക? അതിലെ ന്യായവും സത്യവും പറഞ്ഞു കൊടുക്കുക. എന്നല്ലാതെ ബാക്കി ഒച്ചപ്പാടുകൾ ബഹളത്തിന് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്നും നമ്മുടെ അമാലുകൾ നഷ്ടപ്പെട്ടു പോകും. അതുമല്ലേ നമുക്ക് എണീറ്റിക്കാൻ പറ്റുള്ളൂ. യാ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതുകൊണ്ടാണ്
അവസാനം മഹദിയുടെ നിരപരാധിത്വം അള്ളാഹു ചാല ആയത്തുകൾ ഇറക്കിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ ബീവിയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മയും പറഞ്ഞു, ആയിഷ ഖൂമി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഷ്കുരി, എഴുന്നേൽക്കുമോളെ റസൂലുള്ളാഹി തങ്ങളോട് നന്ദി പറയും, തങ്ങളോട് ശുക്രൻ പറയും, തങ്ങളോട് നന്ദി പറയും. ആയത്തിറങ്ങി കിട്ടിയില്ലേ? പറഞ്ഞു, ലാ വല്ലാഹ് ലാ അഷ്കുറു ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹിനോടെ നന്ദി പറയുള്ളൂ. പാവാണ്, വിഷമിച്ചിട്ടുണ്ടാവും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അറഫത്തിൽ ഹഖ്ഖ ലി അഹ്ലിഹി, ആർക്കാണത് അർഹിക്കുന്നത് എന്ന്, ആർക്കാണ് ഹക്ക്, ആരാണ് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നത് എന്ന് എൻ്റെ ആയിഷ ബീബി മനസ്സിലാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശുക്ർ അള്ളാഹുവിന് തന്നെ അർഹിക്കുന്നത്, പിന്നെ റസൂലുള്ളാഹി തങ്ങൾക്കും. പക്ഷെ ഉമ്മ ഇപ്പയും പറഞ്ഞു, മോളെ വിഷയൊക്കെ തീർന്നില്ലേ, പരിഹരിച്ചില്ലേ, ഇനി പോവല്ലേ, റസൂലുള്ളാഹി തങ്ങളോട് നന്ദി പറയേ. ബീബി പറഞ്ഞ വാക്കാണില്ല, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയാ, എൻ്റെ അള്ളാഹുവല്ലേ എൻ്റെ നിരപരാധിത്വം ഇവിടെ തെളിയിച്ചത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് കണ്ണും ചിമ്മിയിട്ട് എൻ്റെ ഭാര്യയാണ്, അവരെ ഒന്നും ചെയ്യില്ല, എൻ്റെ ഭാര്യയെ പറ്റി പറയുന്നത് തെറ്റാണ് എന്ന് പ്രൂഫില്ലാതെ തങ്ങൾക്ക് പറയാനും കഴിയും. തങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്, ചരിത്രം അറിയാലോ. ബരീറ ബീവിയോട് ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞു അങ്ങനെ. അലി റളിയല്ലാഹു മാത്രം പറഞ്ഞു, പൊന്നാര നബിയെ അങ്ങനെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വേറെ കല്യാണം കഴിച്ചുകൂടെ, എന്തിനാ അങ്ങ് വിഷമിക്കുന്നത്. പക്ഷെ ബാക്കി സ്വഹാബിമാർ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ബാക്കി സ്വഹാബിമാരൊക്കെ പറഞ്ഞു, നബിയെ ആയിഷ ബീവി പാവാണ്, ഞങ്ങൾക്കറിയാം. അപ്പോൾ വീട്ടുകാരി പെണ്ണ് ബരീറ ബീവി ചോദിച്ചു, ബരീറ എന്താ നിങ്ങളുടെ അഭിപ്രായം ആയിഷയെ സംബന്ധിച്ച്? പൊന്നാര നബിയെ ആയിഷ ബീവിക്ക് എന്താ അറിയാം, അങ്ങനെ കുഴച്ച് റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങും, അത് പിന്നെ വല്ല ആടും വന്ന് തിന്നുപോകും. ഇങ്ങനത്തെ ഒരു പാവം പെണ്ണല്ലേ ആയിഷ ബീവി, അവരെപ്പറ്റി അങ്ങനെ മോശപ്പെട്ടത് ചിന്തിക്കാൻ പോലും എനിക്ക് ആവുന്നില്ല, അവരൊരിക്കലും ഇത് ചെയ്യില്ല നബിയെ. ആര് പറഞ്ഞു? ബരീറ ബീവി റളിയല്ലാഹു. ആ ബരീറ ബീവിയെ കുറേ കാലം ആയിഷ ബീവിൻ്റെ ഖാദിമത്ത്, അവസാന കാലഘട്ടങ്ങൾ 1,00,000 ദിർഹമൊക്കെ ഒരു ദിവസം ചെലവഴിച്ചു എന്ന് പറഞ്ഞില്ല ആയിഷ ബീവി റളിയല്ലാഹു. ചെലവഴിക്കല്ല, ദാനം ചെയ്തു. വേറെ റിവായത്തിൽ 80,000 ദിർഹം കിട്ടിയിട്ട് അന്ന് രാവിലെ കിട്ടി വൈകുന്നേരം മുമ്പ് പാവങ്ങൾക്ക് മുഴുവൻ ചെലവഴിച്ചു. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നോമ്പുണ്ട്. അപ്പോഴാണ് ഉമ്മ അങ്ങക്ക് ബരീറ ബീവിയെ ചോദിച്ചത്, ഉമ്മ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഇറച്ചി കഷ്ണം വാങ്ങാൻ 1 ദിർഹം ബാക്കി വെച്ചൂടെ? അപ്പോൾ ചോദിച്ചു, മോളെ നീ എന്ത് എന്നോട് പറയാത്തത്? ലാ തുഅന്നിഫീനി അലാ മാ ഫഅൽത്, ഞാൻ ചെയ്തു പോയ കാര്യത്തെപ്പറ്റി നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ സ്വതക്ക ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരു ഇറച്ചിയൊക്കെ വാങ്ങണമെങ്കിൽ നിനക്ക് 1 ദിർഹം വേണം ഉമ്മ എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ എടുത്തു വെക്കുമായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുകൊണ്ട് ഇനി സാരമില്ല, നമുക്ക് വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കാം എന്ന് പറഞ്ഞ മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴൊക്കെ ചരിത്രത്തിൽ കൂടുള്ളത് ആരാ? ഈ ബരീറ ബീവിയാണ്. ബരീറ ബീവി റളിയല്ലാഹു അൻഹ. ബരീറ ബീവി ഭയങ്കര സംഭവമാണ്. അവരുടെ പുതിയാപ്പിളയായിരുന്നു മുഗീസ്. ബരീറ ബീവിയും മുഗീസ് എന്നവർ രണ്ടുപേരും അടിമകളായിരുന്നു. അങ്ങനെ അവർ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ബരീറ ബീവിക്ക് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി. ആ വിസ കിട്ടണ മാതിരിയാണത്. എന്നാൽ ഞാൻ പോകണം അവിടെ ഒന്നോന്ന് പറഞ്ഞു പോകൂലേ. ബരീറ ബീവിക്ക് സ്വാതന്ത്ര്യം കിട്ടി, മുഗീസ് എന്നവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നാൽ രണ്ടുപേർക്കും ഒരു ഖിയാറുണ്ട്, ഒരു ഇഖ്തിയാർ ചെയ്യുക, ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ, അതെ ഭർത്താവ് അടിമയാണ്, ഭാര്യ സ്വതന്ത്രയാണ്, അങ്ങനെ ജീവിക്കാം, അതല്ലെങ്കിൽ എനിക്ക് പിരിയണമെന്ന് പറയാം. അങ്ങനെ ബരീറ ബീവി പറഞ്ഞു, പിന്നെ മുഗീസ് എനിക്ക് ഇങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല, ഞാനിപ്പോൾ ചിലപ്പോൾ ചില പെണ്ണുങ്ങളുണ്ട്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അവനിപ്പോൾ ജോലിയില്ല, പെണ്ണിന് ഭയങ്കര ജോലിയുണ്ട് ഇവിടെ, ഭയങ്കര 5,000 റുപ്യേൻ്റെ ശമ്പളമൊക്കെ ദിർഹമൊക്കെ ശമ്പളമുണ്ട്, ഇപ്പോൾ പറയും നിങ്ങളെ വേണ്ട, ആകെ ടെൻഷൻ. ഞാൻ പറഞ്ഞ് എന്തിനോ ടെൻഷൻ അടിക്കണത്, നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നീ മിണ്ടാണ്ടിരിക്കും, ഇനി പിന്നാലെ പോകല്ലേ, നിൻ്റെക്കൊരു ഇജ്ജത്തില്ലേ, നിൻ്റെ പൈസയായിരിക്കും ആ പെണ്ണിന് വേണ്ടി വരിക. നമ്മൾ കഷ്ടപ്പെട്ടാലും ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പെണ്ണല്ലേ നമ്മുടെ ഭാര്യ. നമ്മുടെ പണി പോയി എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടെന്ന് പറയാം. ഇപ്പം അവളെ പണി പോയാൽ അവൻ എന്ത് ചെയ്യും? അപ്പോൾ ജോലിയുണ്ട്, പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടെന്ന് വെറുതെ തോന്നും. സംഗതി ആരും ഉണ്ടാവില്ല, ഈ ഭർത്താവിനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാധു ഇടങ്ങേറെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഒരു ജോലി വേണം, ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അള്ളാഹു ഖൈറായ ജോലി അടുപ്പിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കല്ലേ, നമ്മളെ വേണമെന്നും നമ്മുടെ കൂടെ ജീവിക്കണമെന്നും നമ്മളായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെയല്ലേ ജീവിക്കേണ്ട കാര്യമുള്ളൂ, നീ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചില പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യുക, എനിക്ക് ജോലി ഉണ്ടല്ലോ, എനിക്ക് സൗകര്യം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ധാരാളമാണ്. അങ്ങനെ ചില ആളുകൾക്കെങ്കിലും മനസ്സിൽ വരുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അല്ലെങ്കിൽ ഭർത്താവിന് ഇച്ചിരി ഭാര്യയേക്കാളും കൂടെ ശമ്പളം വേണം, അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഭരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ കൊണ്ടു കൊടുക്കുന്ന മുഴുവൻ നമുക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കുള്ളതാണ്. പക്ഷെ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടുമ്പോൾ അവൾ ചിന്തിക്കുന്നത് എൻ്റേത് മാത്രമാണെന്നാണ് ചിന്തിക്കുക. അങ്ങനത്തെ സങ്കുചിത മനസ്സുള്ള ആളുകൾ ഭയങ്കര പ്രയാസമാണ്. എനിക്കറിയാം, ജോലിയില്ലാതെ ഒരു ഹൗസ് വൈഫായിട്ട് നിന്ന്
സ്വന്തം ഭർത്താവിനോട് എനിക്കൊരു ജോലി തരപ്പെടുത്തി തരും, നിങ്ങൾക്ക് എന്താ പറ്റുക, ഇത്രയൊക്കെ കണക്ഷൻ ഇല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ജോലി വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം പിന്നെ ഓരോരുത്തരുടെ കൂടെ പോയി ഇപ്പം വടിയായും ചെയ്ത്. അപ്പോൾ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ ഖള ആണ്. പക്ഷേ മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി ഭയങ്കര പ്രയാസമാണ് മനസ്സിലാക്കാൻ ചില നേരങ്ങളിൽ. അപ്പോൾ ബരീറ ബീവി പറഞ്ഞു മുഗീസേ, ഞാൻ പിരിയാണ്, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, നിങ്ങൾ അടിമയാണ്, അതുകൊണ്ട് ഞാൻ പിരിയാണ്. അവർക്ക് ന്യായമായിട്ടത് ചെയ്യാൻ അവകാശമുണ്ട്, ശറയിൽ അങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മുഗീസ് എന്നവർ ഭയങ്കര കരച്ചിലായി. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. മുഗീസ് എന്നവരിങ്ങനെ മദീനയുടെ അങ്ങാടിയിലൂടെ വാ ബരീറാ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്ന ചില രംഗങ്ങളുണ്ട്. അപ്പോൾ പാവം തോന്നും, വാ ബരീറ, എൻ്റെ ബരീറ, നീ എന്തിനെന്നിട്ട് പോയത് ബരീറ, നീ എന്തെന്നെ വേണ്ട എന്ന് പറഞ്ഞത്, വാ ബരീറ എന്ന് പറഞ്ഞ് മുഗീസ് എന്നവർ. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, പൊന്നാര നബിയെ, മുഗീസിൻ്റെ സങ്കടങ്ങൾ കണ്ടോ? ഇന്നത്തെ സങ്കടം എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇടലാ കാരണം, അന്ന് പിന്നെ ഇങ്ങനെ കരച്ചിൽ കാണില്ലേ, അപ്പോൾ റോഡിലൂടെ കരഞ്ഞു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ നബി മുഗീസിൻ്റെ സങ്കടം കണ്ടില്ലേ, ബരീറ ബീവി ഒഴിവാക്കിയിട്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ബീവി വിളിച്ചു, ബരീറ ബീവി ആയിഷ ബീവിൻ്റെ ഖാദിമത്താണ്. ബരീറ, നിങ്ങൾക്ക് മുഗീസിനെ തിരിച്ചെടുത്തൂടെ, അല്ലെങ്കിൽ മുഗീസിൻ്റെ കൂടെ തന്നെ ജീവിച്ചൂടെ? പൊന്നാര നബിയെ, നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യും, എനിക്കൊരു ചോയ്സ് തരികയാണെങ്കിൽ എനിക്ക് വേണ്ട, അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. തങ്ങൾ കൽപ്പിക്കുകയാണോ അതല്ല റെക്കമെൻഡ് ചെയ്യുകയാണോ? തങ്ങൾ പറഞ്ഞു, ഇന്നമ അന ഷാഫിഅ, ഞാനൊരു ഷഫാഅത്ത് ചെയ്യാൻ, ഒരു ശുപാർശ ചെയ്യുകയാണെന്ന് പറഞ്ഞു. നബിയെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് ബരീറ ബീവി. നബി തങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു ചെറിയ ഒരു സർക്കിളിൽ കിടക്കുന്ന ഒരു ചരിത്രഭാഗം പറഞ്ഞു എന്ന് മാത്രം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ വിഷയത്തിലാണ് അറഫത്തിൽ ഹഖ്ഖ ലി അഹ്ലി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്കാണ് അർഹതപ്പെട്ടത് എന്ന് ബീവിക്ക് മനസ്സിലായി എന്ന് നബി തങ്ങൾ പറഞ്ഞു. ബീവി പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയാം, എൻ്റെ നിരപരാധിത്വം അള്ളാഹുവല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചത് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, الحكم هو الذي حكم على القلوب بالرضا والقناعة وعلى النفوس بالانقياد والطاعة. حكم എന്ന് പറഞ്ഞതിന് മറ്റൊരർത്ഥം الذي حكم على القلوب بالرضا والقناعة, ഹൃദയങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. അത് ഹക്കമായ റബ്ബിൻ്റെ ഒരു ഇടപെടലാണ്. സ്വന്തം ഭാര്യ, മക്കള്, നിങ്ങൾക്കവരെ ഇഷ്ടമാണ്, അവരോടൊപ്പം സന്തോഷിച്ച് നിങ്ങൾ ജീവിക്കുകയാണ്, അങ്ങനെയാവാം. ഒന്നല്ലെങ്കിൽ ഞാൻ അങ്ങനെയോ കെട്ടി കുടുങ്ങിയതാണ്, പിന്നെ അങ്ങനെ ഉരുട്ടി പോവുകയാണ്, അങ്ങനെയും ജീവിക്കാം. നേരെ മറിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ ഖനാഅത്ത് വേണമെന്ന, ഉള്ളതിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ നാട്, എൻ്റെ വാഹനം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകെട്ട്, എൻ്റെ ചുറ്റുപാട്, ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹം, അൽഹംദുലില്ലാഹ്, ഐ ആം ഹാപ്പി, ഞാൻ സന്തുഷ്ടനാണ്. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. ഖനാഅത്ത്, അഗ്നൽ ഗിന അൽ ഖനാഅ, ഏറ്റവും വലിയ സമ്പാദ്യം കണ്ടന്റ്മെന്റ് എന്ന് പറയും. ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക, ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. കുറേ വലിയ വലിയ മോഹങ്ങളൊക്കെ നല്ലതിനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടി പറഞ്ഞല്ലോ ഫെറാറി വാങ്ങണമെന്ന്, 55 റിയാലിന് 50 ദിർഹമിന്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നിസാൻ സണ്ണിയാണ്, ഒരു ടീയുടെ ആണെങ്കിലും അൽഹംദുലില്ലാഹ്. നിങ്ങൾ വലുത് ആഗ്രഹിച്ചോ, അള്ളാഹുവിനോട് ചോദിച്ചോ, പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് തൃപ്തിയിലാണ്. എന്നുവെച്ചപ്പോൾ അങ്ങനെ നിസാൻ സണ്ണി ഓടിക്കും, പടച്ചോൻ്റെ അടുത്ത് അതില്ലല്ലോ, അത് ഉപയോഗിക്കുന്ന മസ്റ്റാങ് ഉപയോഗിക്കുന്നതൊക്കെയാണ്. എൻ്റെ അടുത്ത് കോർവെറ്റ് ഇല്ലല്ലോ, കോർവെറ്റിൽ എൻ്റെ അടുത്ത് ഫെറാറി ഇല്ലല്ലോ, ഫെറാറിൽ എൻ്റെ അടുത്ത് മറ്റേ റോൾസ് റോയ്സ് ഇല്ലല്ലോ. ദുന്യാവിൽ എങ്ങനെ റോൾസ് റോയ്സ് ഉള്ളവൻ്റെ അടുത്ത് ഫാൻറ്റ ഇല്ലല്ലോ. ഇങ്ങനെ ആലോചിച്ചാൽ എന്താ ദുന്യാവിൽ ഉണ്ടാവുക? എന്തിനാ നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റുക? നമ്മുടെ ഉള്ളതിൽ തൃപ്തിപ്പെടുക. എൻ്റെ മക്കൾ, എൻ്റെ ആ റിളാ അള്ളാഹു തരുന്നതാണ്. അള്ളാഹുവിനോട് ചോദിക്കണം. പടച്ചവനെ അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുക. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക. അള്ളാഹുവിൻ്റെ അനുസരണയിൽ നിന്ന് നമ്മൾ എപ്പം മാറുന്നുണ്ടോ ആ ഭാഗം അള്ളാഹുവിൻ്റെ അടുത്ത് കളയും. പിന്നെ സന്തോഷം ഉണ്ടാവില്ല. പിന്നെ ഭാര്യനെ കാണുമ്പോൾ അവൾ ഭംഗിയില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ വേറെ കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൾ ഒഴിവാക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് സ്നേഹം കൊടുക്കാതിരിക്കുന്നു, അവർക്ക് സമയം കൊടുക്കാതിരിക്കുന്നു. ഇത് തിന്മയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അള്ളാഹു ഹക്കമാണെന്നതിൻ്റെ വലിയൊരു ഡെഫിനിഷൻ അതാണ്. ഹുവല്ലദീ ഹക്കമ അലൽ ഖുലൂബ് ബിദ്ദിലാ വൽ ഖനാഅ.
ഹൃദയങ്ങൾക്ക് തൃപ്തിപ്പെടാനും ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാനുമുള്ള മനസ്സ് നൽകുന്നത് ഹഖമായ അള്ളാഹു ചെയ്യുന്ന പണിയാണ്. വഅലൻ നുഫൂസി ബിൽ ഇൻഖിയാദി വത്താഅ, നമ്മുടെ ശരീരങ്ങൾക്ക് അള്ളാഹുവിന് വഴിപ്പെടാൻ നമ്മളെ ഒരുക്കി തരുന്നതും ഹഖമായ അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു ഫാമിലി ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ പ്രധാനമായും നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അത് ഫിക്സ് ചെയ്താൽ തീരാവുന്ന വിഷയം ഇത് ഉണ്ടാവുള്ളൂ. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാവും, നിങ്ങളുടെ ജോബ് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ബിസിനസ് ബന്ധപ്പെട്ടുള്ള ജീവിതം, നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത് എല്ലാം റാഹത്താവും. നമ്മൾ അവിടെ വിള്ളലുണ്ടാക്കിയോ എല്ലായിടത്തും ആ വിള്ളൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ ജീവിതവും വഴിപ്പെടാതെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, കാര്യമായ വ്യത്യാസമുണ്ട്. അതാ അംറുല്ലാഹ് ഫലാ തസ്തഅജിലു യാ അല്ലാഹ്. അതാ അംറു, അള്ളാഹുവിൻ്റെ ഇടപെടലാണ്, അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഖനാഅത്ത് നൽകട്ടെ. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അള്ളാഹു ഖനാഅത്ത് നൽകട്ടെ. ഇസ്ലാം എന്ന് പറയുന്നത് ലൈസ ബിർറജ, അത് റജ അല്ല, പിന്നെയോ ഹുവൽ വാസിഅ, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇസ്ലാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കത്ത് പോകുമ്പോൾ ഒരു മലഞ്ചെരുവിൽ ആടുകളെ മേച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് ബഹുമാനപ്പെട്ടവർ വെറുതെ ചോദിച്ചില്ലേ, തമാശക്കെങ്കിലും, എങ്ങനെ ഒരാടുംകൂട്ടർ എനിക്ക് തരുമോ? പറഞ്ഞു, ഇത് എൻ്റെതല്ല. അല്ല, പൈസ തരാം. എനിക്ക് വേണ്ട. നീ നിന്റെ മുതലാളിയോട് പറഞ്ഞാൽ പോരെ, അതൊരു ചെന്നായി തിന്നൂന്നോ ഒന്ന് ചത്തുപോയിന്നോ, ഈ നൂറുകണക്കിന് ആടുമാടുകളുടെ ഇടയിൽ ഒന്ന് ചത്തുപോയി, മുതലാളിക്ക് എണ്ണ നേരം ഉണ്ടാവുമോ? അതുകൊണ്ട് നീ അത് പറഞ്ഞു, നിനക്ക് പൈസ ആവശ്യമല്ലേ? പറഞ്ഞു, എനിക്ക് പൈസ ആവശ്യമുണ്ട്, ഞാൻ വലിയ കഷ്ടപ്പാടിലാണ്, എനിക്ക് ഒരുപാട് കടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എൻ്റെ മുതലാളിയോട് ഞാൻ ഒരു ആട് ചത്തുപോയി എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ അയ്നല്ലാഹ്, പടച്ചോൻ കാണുന്നില്ലേ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എന്താ പറയാ? അപ്പോഴാണ് മഹാനവറുകൾ സുജൂദിൽ വീണ് അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ട് പറഞ്ഞു, അള്ളാഹുവേ, ഈ ഉമ്മത്തിൽ നിന്നെ ഭയപ്പെടുന്ന ആട്ടിടയന്മാർ മലഞ്ചെരുവില, അവർ വലിയ വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടല്ല, അള്ളാഹു നിന്നെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾ ഈ മലഞ്ചെരുവിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ പടച്ചവനെ, ലക്കൽ ഹംദു യാ അല്ലാഹ്. നമ്മൾ കൊടുക്കുന്ന കണക്കേ മുതലാളിക്ക് അറിയുണ്ടാവുള്ളൂ. നമ്മുടെ കണക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തി, നമ്മൾ എന്തെങ്കിലും ഫോർജ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി, ഒരു ബില്ലുണ്ടാക്കി കൊടുത്തു, മുതലാളിക്ക് ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാൻ ആർക്കതിനൊക്കെ സമയമുള്ളത്? ആർക്കാ സമയം ഉണ്ടാവുക? പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ ഈമാൻ, അവിടെയാണ് നമ്മുടെ ഈമാൻ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈമാൻ. CCTV ഇപ്പോൾ ഒരു സങ്കല്പിക്കുക, കറണ്ട് പോയി എന്ന് വിചാരിക്കുക. ഇവിടെ ഇവയിലിപ്പോൾ നമുക്ക് നിയമം അത്രയും ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു നാടാണ്. എന്നാൽ പോലും എല്ലാ സിഗ്നലിലും പോലീസുകാരെ നിർത്താൻ കഴിയുമോ? അത്രക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും? ഉണ്ടാവില്ലല്ലോ. എത്ര ആയിരക്കണക്കിന് സിഗ്നലുണ്ട് നാട്ടിൽ. അപ്പോൾ രാത്രി സമയത്ത് കറണ്ട് പോയി, നമ്മൾ ആ നിയമം പാലിച്ച് അല്ലെങ്കിൽ കൃത്യമായ സേഫ്റ്റി നോക്കിയിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ തോന്നിയ പോലെ ഓടിച്ചു പോകാം. അല്ലെങ്കിൽ എല്ലാ സിഗ്നലിലും പോലീസുകാരെ നിർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു സിഗ്നലിൽ ആളെ നിർത്തിയിട്ടില്ല, അവിടെ റെഡ് സിഗ്നലാണ് പോയി. മനുഷ്യന്മാർ ഭയപ്പെടുന്നത് യന്ത്രങ്ങളെയാണ്, മുഅ്മിനീങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. ഒരു മുഅ്മിനാണോ ഒന്നും ചെയ്യില്ല, ആ നിയമം പാലിച്ചിട്ടേ പോകൂ. CCTV ഉണ്ടോ ക്യാഷിലേക്ക്, എന്നാൽ മാത്രം പൈസ ഒക്കെ കറക്റ്റ് എണ്ണി വെച്ചു കൊടുക്കുക. അത് കേടെന്നോ എന്നാൽ പിന്നെ സുബ്ഹാന ജല്ല ജലാലു. എത്ര ആളുകളുണ്ട് അങ്ങനെ സങ്കടം പറയുന്നത്. ഞാൻ ഇന്നലെ ഒരു ഫ്ലൈറ്റ് യാത്രയിലായിരുന്നു, ചെറിയൊരു യാത്ര. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ യാത്ര, അപ്പോൾ അദ്ദേഹം കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പണിക്കാരൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ 15 ദിവസമായിട്ടുള്ളൂ. കഫ്തേരിയയിൽ ജോലി ചെയ്യുന്ന പണിക്കാരനാണ്. അപ്പോൾ ഇപ്പുറത്തെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് 500 രൂപ കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംശയമായി, ഇവൻ നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞ് കുറേ ചിലവായി ഒക്കെ വന്നിട്ടില്ലേ, നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറേ ചിലവുണ്ടാവില്ല, കുറേ കടമായിട്ടേക്കും വരിക. എന്നിട്ട് ഈ കഫ്തീരിയയിൽ ജോലി ചെയ്യുന്ന ഇവൻ തൊട്ടടുത്ത ആളോട് 500 രൂപ വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ വന്നു ഒന്ന് പരിശോധിക്കാമെന്ന് വന്ന് റൂമിൽ, ഇവർ പ്രൊവൈഡ് ചെയ്ത റൂമാണ്, ചെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ 4000 5000 ദിർഹം, 5ഉം 10ഉം ദിർഹമിൻ്റെ ചെറിയ ചെറിയ നോട്ടുകളായിട്ട് ബാഗിലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ എത്ര കൊല്ലം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര 1000 രൂപയും അടിച്ചു മാറ്റിയിട്ടുണ്ട്, അല്ലാഹു ആലം. അപ്പോൾ നല്ല നിസ്കാരത്തായുമ്പോൾ നല്ല ഒരു എന്താ പറയുക മുഖശ്രീയൊക്കെയുള്ള മനുഷ്യനെ നമ്മൾ ഒരിക്കലും സംശയിക്കുക പോലും ചെയ്തില്ല.
അവർ പൈസ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കാരണം അങ്ങനെയാണ് ചില ജോലികൾ എല്ലാറ്റിനും ബില്ലുണ്ടാവില്ല. ഇപ്പോൾ ചായക്കൊക്കെ ബില്ല് കൊടുക്കാൻ പറ്റുമോ, സ്കാൻ ചെയ്യാൻ പറ്റുമോ, ചായയും ബിസ്ക്കറ്റും ബർഗറൊക്കെ കൊടുക്കണേന് അല്ല. അതൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യന്മാരെ ഏൽപ്പിച്ചാൽ സത്യസന്ധമായിട്ട് കിട്ടും. ഇല്ലേ കഴിഞ്ഞിട്ട് ബാക്കി എന്താ അത് മലയാളി കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അപ്പം അദ്ദേഹം പറയാ എനിക്ക് പിന്നെ പേടിയാണ്. കാരണം അവർക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് വഞ്ചിച്ചത് കൊണ്ട് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കെയർ ചെയ്ത് ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മളെ വഞ്ചിച്ചല്ലോ, വായ്പെടുത്തു, കടം വാങ്ങിച്ചു, പോട്ടെ. ഇതങ്ങനല്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഒരു സത്യസന്ധരായി നിൽക്കുകയും ചെയ്യുക, നമ്മളില്ലാത്തപ്പോൾ പറ്റിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേദനയാണ്. ആർക്കും വഞ്ചിക്കപ്പെടുന്ന ഇഷ്ടമല്ലല്ലോ. നമ്മുടെ തന്നെ 10 രൂപ ഏറെ ചോദിച്ചു വാങ്ങിയാലും കുഴപ്പമില്ല. അന്നേരം നമ്മളെ വഞ്ചിച്ചു എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര പെയിനായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇത് വഞ്ചിക്കാതിരിക്കണമെങ്കിൽ ഈമാനുണ്ടെങ്കിലേ പറ്റൂ. അല്ലാത്തതൊക്കെ മെഷീനെ നോക്കുള്ളൂ. ക്യാമറ ഉണ്ടോ, നോക്കാൻ ആളുണ്ടോ, മോണിറ്റർ ചെയ്യാണ്ടോ, CA വന്ന് ചെക്ക് ചെയ്യോ കണക്ക്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും ഇല്ലേ തോന്നിയ പോലെ. അല്ലാഹു തആല നമുക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരട്ടെ. എത്രയോ മനുഷ്യന്മാരുടെ സമ്പാദ്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും നീ നന്നാക്കി തരണേ പടച്ചവനെ. അർഹമർ റഹീമേ, നീയും നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഅ്മിനീങ്ങളും അല്ലാഹുവിൻ്റെ അംബിയാക്കന്മാരും മലായിക്കത്തുൽ കിറാം സജ്ജനങ്ങൾ സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല മുഅ്മിനീങ്ങളിൽ പെടുത്തണമേ തമ്പുരാനെ. അർഹമർ റഹീമായ ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാൻ ആർക്കതിനൊക്കെ സമയമുള്ളത്? ആർക്കാ സമയം ഉണ്ടാവുക? പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ ഈമാൻ. അവിടെയാണ് നമ്മുടെ ഈമാൻ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈമാൻ. CCTV ഇപ്പോൾ ഒരു സങ്കല്പിക്കുക, കറണ്ട് പോയി എന്ന് വിചാരിക്കുക. ഇവയിലിപ്പോൾ നമുക്ക് നിയമം അത്രയും ജനങ്ങൾ ബഹുമാനിക്കുന്നൊരു നാടാണ്. എന്നാൽ പോലും എല്ലാ സിഗ്നലിലും പോലീസുകാരെ നിർത്താൻ കഴിയുമോ? അത്രക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും? ഉണ്ടാവില്ലല്ലോ. എത്ര ആയിരക്കണക്കിന് സിഗ്നലുണ്ട് നാട്ടിൽ. അവർ രാത്രി സമയത്ത് കറണ്ട് പോയി, നമ്മൾ ആ നിയമം പാലിച്ച് അല്ലെങ്കിൽ കൃത്യമായ സേഫ്റ്റി നോക്കിയിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ തോന്നിയ പോലെ ഓടിച്ചു പോകാം. അല്ലെങ്കിൽ എല്ലാ സിഗ്നലിലും പോലീസുകാരെ നിർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു സിഗ്നലിൽ ആളെ നിർത്തിയിട്ടില്ല, അവിടെ റെഡ് സിഗ്നൽ ആൾ പോയി. മനുഷ്യന്മാർ ഭയപ്പെടുന്നത് യന്ത്രങ്ങളെയാണ്, മുഅ്മിനീങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. ഒരു മുഅ്മിനാണോ ഒന്നും ചെയ്യില്ല, ആ നിയമം പാലിച്ചിട്ടേ പോകൂ. CCTV ഉണ്ടോ ക്യാഷിലേക്ക്, എന്നാൽ മാത്രം പൈസ ഒക്കെ കറക്റ്റ് എണ്ണി വെച്ചു കൊടുക്കുക. അത് കേടെന്നോ എന്നാൽ പിന്നെ സുബ്ഹാന ജല്ല ജലാലു. എത്ര ആളുകളുണ്ട് അങ്ങനെ സങ്കടം പറയുന്നത്. ഞാൻ ഇന്നലെ ഒരു ഫ്ലൈറ്റ് യാത്രയിലായിരുന്നു, ചെറിയൊരു യാത്ര. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ യാത്ര. അപ്പോൾ അദ്ദേഹം കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പണിക്കാരൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ 15 ദിവസമായിട്ടുള്ളൂ. കഫ്തേരിയയിൽ ജോലി ചെയ്യുന്ന പണിക്കാരനാണ്. അപ്പോൾ ഇപ്പുറത്തെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് 500 രൂപ കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംശയമായി, ഇവൻ നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞ് കുറേ ചിലവായി ഒക്കെ വന്നിട്ടില്ലേ, നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറേ ചിലവുണ്ടാവില്ല, കുറേ കടമായിട്ടേക്ക് വരിക. എന്നിട്ട് ഈ കഫ്തീരിയയിൽ ജോലി ചെയ്യുന്ന ഇവൻ തൊട്ടടുത്ത ആളോട് 500 രൂപ വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ വന്നു ഒന്ന് പരിശോധിക്കാമെന്ന് വന്ന് റൂമിൽ, ഇവർ പ്രൊവൈഡ് ചെയ്ത റൂമാണ്, ചെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ 4000 5000 ദിർഹം, 5ഉം 10ഉം ദിർഹമിൻ്റെ ചെറിയ ചെറിയ നോട്ടുകളായിട്ട് ബാഗിലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ എത്ര കൊല്ലം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര 1000 രൂപയും അടിച്ചു മാറ്റിയിട്ടുണ്ട്, അല്ലാഹു ആലം. അപ്പോൾ നല്ല നിസ്കാരത്തായുമ്പോൾ നല്ല ഒരു എന്താ പറയുക മുഖശ്രീയൊക്കെയുള്ള മനുഷ്യനെ നമ്മൾ ഒരിക്കലും സംശയിക്കുക പോലും ചെയ്തില്ല അവർ പൈസ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കാരണം അങ്ങനെയാണ് ചില ജോലികൾ എല്ലാറ്റിനും ബില്ലുണ്ടാവില്ല. ഇപ്പോൾ ചായക്കൊക്കെ ബില്ല് കൊടുക്കാൻ പറ്റുമോ, സ്കാൻ ചെയ്യാൻ പറ്റുമോ, ചായയും ബിസ്ക്കറ്റും ബർഗറൊക്കെ കൊടുക്കണേന് അല്ല. അതൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യന്മാരെ ഏൽപ്പിച്ചാൽ സത്യസന്ധമായിട്ട് കിട്ടും. ഇല്ലേ കഴിഞ്ഞിട്ട് ബാക്കി എന്താ അത് മലയാളി കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അപ്പം അദ്ദേഹം പറയാ എനിക്ക് പിന്നെ പേടിയാണ്. കാരണം അവർക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് വഞ്ചിച്ചത് കൊണ്ട് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കെയർ ചെയ്ത് ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മളെ വഞ്ചിച്ചല്ലോ, വായ്പെടുത്തു, കടം വാങ്ങിച്ചു, പോട്ടെ. ഇതങ്ങനല്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഒരു സത്യസന്ധരായി നിൽക്കുകയും ചെയ്യുക, നമ്മളില്ലാത്തപ്പോൾ പറ്റിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേദനയാണ്. ആർക്കും വഞ്ചിക്കപ്പെടുന്ന ഇഷ്ടമല്ലല്ലോ. നമ്മുടെ തന്നെ 10 രൂപ ഏറെ ചോദിച്ചു വാങ്ങിയാലും കുഴപ്പമില്ല. അന്നേരം നമ്മളെ വഞ്ചിച്ചു എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര പെയിനായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇത് വഞ്ചിക്കാതിരിക്കണമെങ്കിൽ ഈമാനുണ്ടെങ്കിലേ പറ്റൂ. അല്ലാത്തതൊക്കെ മെഷീനെ നോക്കുള്ളൂ. ക്യാമറ ഉണ്ടോ, നോക്കാൻ ആളുണ്ടോ, മോണിറ്റർ ചെയ്യാണ്ടോ, CA വന്ന് ചെക്ക് ചെയ്യോ കണക്ക്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും ഇല്ലേ തോന്നിയ പോലെ. അല്ലാഹു തആല നമുക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരട്ടെ. എത്രയോ മനുഷ്യന്മാരുടെ സമ്പാദ്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അവരുടെ കച്ചവടവും അവരുടെ ജോലി.
ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ നമ്മുടെ മലയാളികളും അല്ലാത്തവരുമായ മനുഷ്യന്മാർ മാർക്കറ്റിൽ കൊണ്ടുപോയി വാങ്ങുന്ന ബില്ല് 1000-ൻ്റെ സാധനത്തിന് 10,000 ബില്ല് എടുത്ത് വാങ്ങിയാൽ ഓഫീസിൽ നിന്ന് പൈസ കിട്ടിയെന്ന് വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷയം അള്ളാഹുവിന് നിങ്ങൾക്ക് അറിയുള്ളൂ. പടച്ചതമ്പുരാനതറിയും. അള്ളാഹു യഹ്കും. ആ പൈസ നിങ്ങൾ എത്രയാണോ അനർഹമായി എടുത്തു വാങ്ങിച്ചത് അത് അള്ളാഹു നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുപ്പിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കും. ആ പോയതിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. എന്തേ? അത് നമുക്ക് അർഹതപ്പെട്ടതായിരുന്നില്ല. യഹ്കുമു ബൈനഹും. ചില ആളുകൾക്കെങ്കിലും അതിൽ സങ്കടം തോന്നും കുറേ കഴിഞ്ഞതിന് ശേഷം. എനിക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, അത് ഖൈറാണ്, തൗബ ചെയ്യുക, പൊരുത്തപ്പിടിക്കുക. അതിൽ ഒരു തെറ്റും ഒരു ജാള്യതയും തോന്നാത്ത ആളുകൾ, അത് ഭയങ്കര അപകടമാണ്. ഫാസിഖീങ്ങളുടെ അടയാളമാണത്. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനിപ്പോൾ എന്താ, മുമ്പ് കുറേ പൈസ അല്ലേ, ഞാൻ എടുത്തിട്ട് മുമ്പർക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ, അങ്ങനെയല്ലല്ലോ, നമ്മുടെ ഹക്കല്ലല്ലോ. അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ വിശ്വസിച്ച ആളുകളോട് നിങ്ങൾ വിശ്വസ്തത കാണിക്കണം, നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ വഞ്ചിക്കരുത്. അങ്ങനെ നിങ്ങളെ വഞ്ചിച്ചു എന്ന് വിചാരിച്ച ആളെ തിരിച്ചു വഞ്ചിക്കരുത്. അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചവരോട് ആ വിശ്വാസ്യതയോടുകൂടെ തന്നെ നിങ്ങൾ പെരുമാറണം. എന്ത് ചെയ്യരുത്? വലാ തഖുൻ മൻ ഖാനക. നിങ്ങളയാൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനയാളെ ചീറ്റ് ചെയ്യണോ? രണ്ടു തെറ്റല്ലേ? ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റിന് നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ലല്ലോ. വഞ്ചിച്ച ആളെ നിങ്ങൾ വഞ്ചിക്കരുത്, വഞ്ചിച്ച ആളോടും നിങ്ങൾ സത്യസന്ധമായിട്ടേ പെരുമാറാം. ഇതാണ് നമ്മുടെ ഹബീബ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുത്തെ ഉമ്മത്തികളായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ് നമ്മുടെ ഈമാൻ. ഈമാൻ എപ്പോഴും അങ്ങനെയാണ്, ഉള്ളിലാണ് കിടക്കുന്നത്. നമ്മുടെ സാധനങ്ങളും ആളെയും നോക്കുന്നുണ്ടോ ഇതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈമാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. അള്ളാഹുവിനോട് ഇബാദത്തും ദുആയും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമല്ല നിസ്കാരവും ദുആയുമിൽ ദിക്റും സ്വലാത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ജീവിതം. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ജീവിതം അബദ്ധമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു എന്നാണ്, അള്ളാഹുവേ, ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് എനിക്കൊരു കുറവ് വന്നിട്ടില്ലല്ലോ, എൻ്റെ ജോലി അങ്ങനെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് പ്രൊമോഷനാണല്ലോ കിട്ടിയത്, ഞാൻ ഒരൊറ്റ വക്ത് നിസ്കരിക്കണില്ല, എൻ്റെ റൂമിൽ നിന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് പോകുന്ന എൻ്റെ കൂടെ കിടക്കുന്ന മനുഷ്യൻ, എൻ്റെ റൂമിൽ ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരൻ, ഓനിതാ 12 കൊല്ലമായിട്ട് 1500 റുപ്യുള്ള ശമ്പളം, 50 ഫിൽസ് പോലും കൂടിയിട്ടില്ല, ഞാൻ ഇപ്പോൾ എവിടെ എത്തി, ഞാൻ നിസ്കാരമല്ല, എനിക്ക് എല്ലാ തരത്തിലുള്ള കുരുത്തക്കേടിൻ്റെ കയ്യിലുണ്ട് താനും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കാണും, സ്വാഭാവികമാണ്. ഒരു ഹദീത്ത് ഉണ്ട്, ഇമാം അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ കൊണ്ടുവന്ന ഒരു ഹദീത്ത്. അതിൽ ബഹുമാനപ്പെട്ടവർ ആ ഹദീത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, 2 മലക്കുകൾ തമ്മിൽ ആകാശലോകത്ത് കണ്ടുമുട്ടുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു മലക്ക് കയറിപ്പോകുന്നുണ്ട്, ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നത്, അള്ളാഹു എന്നോട് പറഞ്ഞു, ഇന്നാലിന്ന മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു മത്സ്യം എത്തിക്കാൻ വേണ്ടി ആ മത്സ്യത്തെ സമുദ്രത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് മുക്കുവന്മാർക്ക് കിട്ടുന്നിടത്തേക്ക് തെളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഞാൻ ആ മത്സ്യത്തെ തെളിച്ചു കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ മത്സ്യക്കാരെ പിടിച്ചു. ആ മത്സ്യം ഇയാളുടെ വീട്ടിലെത്തി. ആര്? അയാൾ അള്ളാഹുവിനെ വർഷിപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളൊന്നുമല്ല, അള്ളാഹുവിൽ നിഷേധിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അയാളുടെ തീന്മേശയിലേക്ക് ആ മീനെത്തിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്, എൻ്റെ ഡ്യൂട്ടി ഇന്ന് അതായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെന്തിനാ പോകണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞൊരു പാവം ആബിദായ മനുഷ്യനുണ്ട് അവിടെ. മൂപ്പര് ഒരു ജറാർ എന്ന് പറഞ്ഞ ഒരു പിഴാവ്, ചെറിയ ഒരു മൺകൂജ, അത് എണ്ണ സൂക്ഷിക്കുന്ന പാത്രം, ആ പാത്രം ഒന്ന് പൊട്ടിച്ച് കളയാനാണ് എന്നോട് അള്ളാഹുവിൻ്റെ ഡ്യൂട്ടി. അത് പൊട്ടിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ത് ഹിക്മത്താണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് സംസാരിക്കാൻ, തങ്ങൾ പറയാൻ, ഈ മത്സ്യത്തെ ഇയാളുടെ തീന്മേശയിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഓർഡർ ചെയ്തത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. ഇയാൾ എന്താ ചെയ്യുന്നത്? ശുക്ർ ചെയ്യുന്ന ആളാണോ അല്ലയോ? ഇപ്പുറത്തൊരു ആബിദായ മനുഷ്യന് സംഭവിക്കുന്ന ഒരു നഷ്ടം, അയാൾ എടുത്തു വെച്ച എണ്ണയുടെ പാത്രം പൊട്ടുന്നു. സംഭവിക്കാലോ, കയ്യും കാലും മുറിയുന്നില്ല മനുഷ്യന്മാരുടെ. നല്ല നിസ്കരിച്ച് നോമ്പെടുത്ത് നടക്കുന്ന മനുഷ്യന്മാരുടെ കയ്യും കാലം അപകടം പറ്റുന്നില്ലേ? അസറോടെ കൈ പൊളിഞ്ഞു എന്ന് പറയല്ലേ, കൈ മുറിഞ്ഞു എന്ന് പറയും നമ്മൾ മലപ്പുറത്ത്. ഹാരിസൺ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൈ പൊളിഞ്ഞു എന്നാ പറയാം. പൊളിഞ്ഞു നമ്മൾ വിറകറ്റ പൊളിഞ്ഞു നമ്മൾ പറയാം, വിറക് കൈ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ കൈ മുറിഞ്ഞു എന്നാണ്. അപ്പോൾ കൈ മുറിയുന്നുണ്ട്, കൈ പൊട്ടുന്നുണ്ട്. ആരുടെ? നിസ്കാരപ്പായെന്ന് എഴുന്നേറ്റപ്പോൾ വീണ് കൈ പൊട്ടി, അല്ലെങ്കിൽ ഒതുടുക്കാൻ വേണ്ടി ചെന്ന് കൈ മുറിഞ്ഞു. സംഭവിക്കൂലേ? അതന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇങ്ങനത്തെ സംഭവങ്ങൾ അള്ളാഹു നടത്തുന്നുണ്ട്. എന്ത്? 2 കൂട്ടരെയും അള്ളാഹു പരീക്ഷിക്കാം. അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. ലിഹിക്മത്തിൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. എന്തിനത് സംഭവിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ.
പക്ഷെ അള്ളാഹു തആല അത് ചെയ്യുന്നുണ്ട്, മലക്കുകൾ അതിനു വേണ്ടി ഇറക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഞാൻ ഇങ്ങനെയൊക്കെ തിന്മ ചെയ്ത് നടന്നിട്ടും എനിക്കൊരു അപകടവും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം അതിന് അള്ളാഹുവിൻ്റെ മറുപടിയാണ്, യാ അബ്ദി ഖദ് അഅഖബതുക വലം തദ്രി. എൻ്റെ ദാസനെ, നീ എനിക്ക് തെറ്റ് ചെയ്തപ്പോൾ ഞാൻ നിന്നെ ശിക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ ആ ശിക്ഷ നിനക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണത്? അലം അഹ്രിംക ലദ്ദത മുനാജാതി. എൻ്റെ മുമ്പിൽ എന്നോട് സംസാരിക്കുന്ന ആ മധുരമുള്ള ഒരു സംഭാഷണം, എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ നൽകുന്ന ഒരു മധുരമുണ്ട്, ആ മാധുര്യം നിനക്ക് ഞാൻ നിഷേധിച്ചില്ലേ? കല്ലാ ഇന്നഹും അറബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. നാളെ നരകശിക്ഷ അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയിൽ അല്ലാഹു പറഞ്ഞൊരു ശിക്ഷ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ മുഖം അല്ലാഹു കാണിച്ചു കൊടുക്കൂലാന്ന്, അള്ളാഹിനെ കാണിച്ചു കൊടുക്കൂലാന്ന്. അതൊരു ശിക്ഷയാണ്, അതൊരു ശിക്ഷയാണ്. നാളെ അള്ളാഹിനെ കാണാൻ കഴിയില്ല. എന്ന പോലെ നിസ്കാരത്തിൻ്റെ ഒരു മാധുര്യവും നിസ്കാരത്തിൻ്റെ ഒരു ആനന്ദവും ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് കിട്ടുന്നില്ലല്ലോ. വിചാരിക്കുന്ന എൻ്റെ കയ്യും കാലും മുറിഞ്ഞില്ലല്ലോ, ജോലി പോയില്ലല്ലോ, ഞാൻ പെട്ടെന്ന് എനിക്ക് അറ്റാക്ക് വന്ന് എനിക്ക് ഓപ്പൺ സർജറി വന്നില്ലല്ലോ. ഇതിനൊക്കെ അപ്പുറത്തല്ലേ അള്ളാഹുവിൻ്റെ മുനാജാത്തിൻ്റെ ആനന്ദം. ആ ആനന്ദം ഓരോ ദിവസവും മിനിമം 5 തവണ നിനക്ക് നഷ്ടമായില്ലേ? അതുപോലെ നിൻ്റെ ഒരു ആനന്ദം, നിൻ്റെ റൂഹിന്, നിൻ്റെ ശരീരത്തിന്, നിൻ്റെ ബ്രെയിനിന്, മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം നിനക്ക് ഞാൻ നിഷേധിച്ചെന്ന് അറിഞ്ഞില്ലല്ലേ എന്ന് അള്ളാഹുവിൻ്റെ മറുപടി വന്നു. സുബ്ഹാന ജല്ല ജല. അള്ളാഹു ഹക്കമാൻ. അതുകൊണ്ട് ഖുൽ അഫഗൈറല്ലാഹി അബ്തഗി ഹകമൻ വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഹക്കിൻ്റെ പക്ഷത്ത് നിന്ന് വിധി കേൾക്കുന്ന ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. സത്യം കൊണ്ട് അള്ളാഹു നമ്മളെ ശക്തിപ്പെടുത്തുകയും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. തിന്മകളെ തിന്മകളായി കാണാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത് തങ്ങളുടെ ദുആയാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖന ഇത്തിബാഅ. അല്ലാഹുവേ, സത്യം സത്യമായി കാണിക്കണമേ, അതിനെ പിൻപറ്റാനും തൗഫീക്ക് നൽകണമേ. വ അരിനൽ ബാതില ബാതിലൻ വർസുഖന ഇജ്തിനാബ. തിന്മയെ തിന്മയായി കാണിക്കുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാൻ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ.